ഹനുമാൻ എങ്ങനെയാണ് വായുപുത്രനായത്? ഹിന്ദു ഐതിഹ്യമനുസരിച്ച് അഞ്ജനയ്ക്കും കേസരിക്കുമാണ് ഹനുമാൻ ജനിച്ചത്. ഹനുമാന്റെ ജനനത്തിൽ വായുവിന്റെ പങ്കുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ കാരണം ഹനുമാനെ വായുദേവന്റെ പുത്രൻ എന്ന് വിളിക്കുന്നു. ഇത് ശിവന്റെ അവതാരമാണെന്നും പറയപ്പെടുന്നു. അഞ്ജനാ ദേവി ഒരു മുനിയുടെ ശാപത്താൽ വാനര രാജകുമാരിയായി ഭൂമിയിൽ ജനിച്ച പുഞ്ചികസ്ഥല എന്ന അപ്സരസാണ്. അഞ്ജനയെ വിവാഹം കഴിച്ചത് വാനര മേധാവിയും ബൃഹസ്പതിയുടെ മകനുമായ കേസരിയാണ്. അഞ്ജനയുടെ പുത്രനായതിനാൽ ഹനുമാനെ ആഞ്ജനേയൻ എന്നും വിളിക്കുന്നു. അഞ്ജനാദേവിയും കേസരിയും വായു ഭഗവാനെ ആരാധിക്കുന്ന സമയത്ത് ദശരഥ മഹാരാജാവ് പുത്രകാമേഷ്ടി യാഗം നടത്തുകയായിരുന്നു. യാഗത്തിന്റെ പ്രസാദം തന്റെ 3 പത്നിമാർക്കുമായി വീതിച്ചു നൽകി. തൽഫലമായി രാമലക്ഷ്മണ ശത്രുഘ്നന്മാർ ജനിച്ചു. ഇതേ സമയം അഞ്ജനാദേവിയും ആരാധനയിൽ ഏർപ്പെട്ടിരുന്ന സമയത്ത് വായു ഭഗവാൻ ആ പ്രസാദത്തിന്റെ ഒരു ഭാഗം കാറ്റുവഴി അഞ്ജനാദേവിയുടെ കൈകളിൽ എത്തിക്കുന്നു. തൽഫലമായി അഞ്ജനാദേവിക്കും കേസരിക്കും ഹനുമാൻ ജനിക്കുന്നു.